അത് നമ്മളുടെ 10ാം ക്ലാസ് കെമിസ്ട്രിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസത്തിന്റെ വിലയിരുത്താമായിട്ടാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രൂപ്പ് നമ്പർ 17 എക്സ് എന്ന മൂലകത്തിന് 3 ഷെല്ലുകൾ ഉണ്ട് അല്ലെ. ഗ്രൂപ്പ് നമ്പർ 17 എന്ന് പറയുമ്പോൾ അത് ഏതാ? യെസ്, നമ്മളുടെ പി ബ്ലോക്ക് ആയിരിക്കും. കാരണം എന്താ? 13 മുതൽ 18 വരെ പി ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 17 ഏതിൽ പെട്ടതാ? പി ബ്ലോക്കിൽ പെട്ടതാ. അപ്പൊ നമ്മളുടെ ഈ എക്സ് എന്ന് പറയുന്ന ആളാരാ? പി ബ്ലോക്കിൽ പെട്ടതാണെന്ന് മനസ്സിലായി. എന്ന മൂലകത്തിന് 3 ഷെല്ലുകൾ ഉണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. 3 ഷെല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഷെല്ല്, ഇത് 2 ഷെല്ല്, ഇത് 3 ഷെല്ല് അല്ലെ. ഷെല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ പീരിയഡിന്റെ കണക്കാണ്. അപ്പൊ 3ാമത്തെ പീരിയഡ് ആണെന്നും കിട്ടി അല്ലെ. അപ്പൊ നോക്കിക്കോളെ, 17ാമത്തെ ഗ്രൂപ്പുമാണ് 3ാമത്തെ പീരിയഡും ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ഈ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പൊ അതെങ്ങനെ എഴുതാ? നമുക്ക് ഈ ഒരു ഇതൊന്ന് ചെറുതാക്കാം, എന്നിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, നോക്കിക്കോളെ. എന്താണ്? 17ാമത്തെ ഗ്രൂപ്പാണ്. പിന്നെ എന്താണ്? 3ാമത്തെ ഷെല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ പീരീഡിലാണ് ഉള്ളത് എന്ന് അർത്ഥം. അങ്ങനെയെങ്കിൽ 17ാമത്തെ ഗ്രൂപ്പ് പി ആ അല്ലെ. പി തുടങ്ങുന്ന എവിടുന്ന് മുതലാ? 13, 14, 15, 16, 17, 18 അല്ലെ. അതായത് P6 എന്നല്ലേ നമ്മൾ പറയാ അല്ലെ. P6 അല്ലെ. പിയില് 6 ആൾക്കാരെ കൊള്ളും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് P1, ഇത് P2, ഇത് P3, ഇത് P4, ഇത് P5, ഇത് P6. 17ാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ P5 എന്ന് വരും അല്ലെ. P5 എന്ന് വരും. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? 3ാമത്തെ പീരീഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എവിടെ നമ്മൾ 3 എന്ന് എഴുതും? ഇവിടെ നമ്മൾ 3 എന്ന് ഇടും അല്ലെ. അപ്പൊ 3ാമത്തെ പീരീഡിൽ 17ാമത്തെ ഗ്രൂപ്പ്, അതാണ് 3P5 എന്നാണ് ലാസ്റ്റ് വരിക. ഇനി ഇതിന്റെ മുന്നോട്ടുള്ള നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. യെസ്, നമുക്ക് എഴുതി നോക്കാം. ആദ്യം 1s2, പിന്നെ 2s2, പിന്നെ 2p6, പിന്നെ 3s2, പിന്നെ 3p5. ഇതാണ് ആ ഒരു മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഈ മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ഏത് ബ്ലോക്കിലാന്നുള്ളത് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചതാ അല്ലെ. ഏത് ബ്ലോക്കിലാണ്? പി ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. ഇതിന്റെ പീരിയഡ് നമ്പർ എത്രയാ? 3 ആണ് അല്ലെ. 3 ഷെല്ലുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര പീരിയഡ് ഉണ്ടാവും? 3 പീരിയഡ് ആണ് ഉണ്ടാവുക. 3 പീരിയഡ്. ഓക്കെ, അപ്പൊ പീരിയഡ് നമ്പർ എത്രയാ? 3 ആണ്. 3ാമത്തെ പീരിയഡിലാണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി അതിലുള്ള ഡി ക്വസ്റ്റ്യൻ കുറച്ചൊരു കൺഫ്യൂസിങ്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് നോക്കാം. പി സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ള 3ാം പീരിയഡിലെ Y എന്ന മൂലകത്തിന്റെ ആറ്റവുമായി എക്സ് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എക്സ് എന്നുള്ള ആള് അല്ലെ, എക്സ് എന്നുള്ള ആളായിരുന്നു നമ്മളുടെ തുടക്കത്തിലുള്ള അല്ലെ. അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ്? 1s2, 2s2, 2p6, 3s2, 3p5. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് മൂലകമായിരിക്കും? നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്ക്. 6 4 10, 10 7 17 അല്ലെ. 17ാമത്തെ മൂലകം ആരാ? നമ്മളുടെ ക്ലോറിൻ ആണ് അല്ലെ. 17ാമത്തെ മൂലകം നമ്മളുടെ ക്ലോറിൻ ആണ്. അപ്പൊ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ ആണ് എന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ പി സബ്ഷെല്ലിൽ തന്നെയുള്ള ഒരു ഇലക്ട്രോൺ ഉള്ള 3ാം പീരിയഡിലെ Y എന്താ? പി സബ്ഷെല്ല് തന്നെ. പക്ഷെ എന്താ? ഒരു ഇലക്ട്രോണാ ഉള്ളത്. ഒരു ഇലക്ട്രോൺ ഉള്ള 3ാമത്തെ പീരിയഡ് 3p1. അതിലാണ് ആരുള്ളത്? Y എന്ന് പറയുന്ന ആ ഒരു മൂലകം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ആ മൂലകം ആരാ നമുക്ക് കണ്ടുപിടിക്കാലോ അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2 അല്ലെ. എല്ലാ ഇലക്ട്രോണിന്റെ എണ്ണം നിങ്ങൾ കൂട്ടിയൊക്കെ 6 4 10, 10 2 12, 12 1 13. അങ്ങനെയാണെങ്കിൽ 13ാമത്തെ മൂലകം ആരായിരുന്നു? യെസ്, നമ്മളുടെ അലൂമിനിയം ആയിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ക്ലോറിനും Y എന്ന് പറയുന്ന ആരാണ്? അലൂമിനിയം ആണെന്ന് മനസ്സിലായി. ഇത് കണ്ടുപിടിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളത്?
അപ്പോൾ y എന്ന് പറയുന്ന മൂലകം x എന്ന് പറയുന്ന മൂലകമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ഉണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. y എന്ന് പറയുന്ന ആളാരാ? നമ്മളുടെ അലൂമിനിയം ആണ്. x എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളുടെ ക്ലോറിൻ ആണ്. ഇത് രണ്ടും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ രാസസൂത്രം എഴുതുന്നതൊക്കെ നമ്മൾ 9th പഠിച്ചിട്ടുണ്ട് അല്ലെ. അതെങ്ങനെ എഴുതാ? യെസ്, നമുക്ക് അലൂമിനിയം ഉണ്ട്, ക്ലോറിനും ഉണ്ട് അല്ലെ. അലൂമിനിയം ഉണ്ട്, ക്ലോറിനും ഉണ്ട്. അലൂമിനിയത്തിന്റെ ഓക്സിഡേഷൻ അവസ്ഥ അല്ലെ, ഓക്സിഡേഷൻ നമ്പർ എത്രയായിരുന്നു? എത്രയാ? ഒന്നും കൂടി നമുക്ക് സബ്ഷൽ എഴുതി നോക്കാം അല്ലെ. 1s2 2s2 2p6 3s2 3p1 അല്ലെ. ഇതാണ് അലൂമിനിയത്തിന്റെ. അങ്ങനെയാണെങ്കിൽ അലൂമിനിയത്തിന്റെ ഇത് K, ഇത് L, ഇത് M അല്ലെ. എമ്മിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2+1. ഇത് രണ്ടാതെ 2+1 3 ഇലക്ട്രോൺ ഉണ്ട്. ശരിക്കും ഇവിടെ എത്ര വേണമായിരുന്നു? 8 വേണം. 8 ആണെങ്കിൽ ഇവിടെ സ്റ്റേബിൾ ആവുക അല്ലെ. അപ്പൊ ഈ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ഇലക്ട്രോണും കൂടി വേണം എന്നർത്ഥം. അപ്പൊ 5 ഇലക്ട്രോണിനെ വാങ്ങുന്നതാണോ എളുപ്പം, അല്ലെ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണോ എളുപ്പം? വിട്ടുകൊടുക്കുന്നതാണ് എളുപ്പം. വിട്ടുകൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്ലസ് ആണ് അല്ലെ. എത്ര ഇലക്ട്രോണിനെ? 3 ഇലക്ട്രോണിനെ. അതുകൊണ്ട് അലൂമിനിയത്തിന്റെ +3 ഞാനിവിടെ എഴുതി. ക്ലോറിന്റെ എത്രയാ? നമുക്കറിയാം എത്രയാണ്? -1 ആണ് എന്നറിയാം അല്ലെ. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിന് രണ്ടിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അലൂമിനിയത്തിന് നേരെ വരുന്നത് 1 ആണ് അല്ലെ. അപ്പൊ ഇനി എഴുതുമ്പോ എന്താ? നമുക്ക് സൈന് നോക്കേണ്ട ആവശ്യമില്ല. 1 ആണോ 3 ആണോ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അലൂമിനിയത്തിന് നേരെ 1 ഇട്ട്. ഓക്കെ, ഇനിയോ ക്ലോറിന് എത്രയുണ്ട്? ക്ലോറിന് 3 ആണല്ലോ അല്ലെ. 3 എന്നുള്ളത് താഴെയും എഴുതി. അപ്പൊ ഇത് കൂട്ടി വായിക്കുക എങ്ങനെയാണ്? AlCl3 എന്ന് കിട്ടും അല്ലെ. AlCl3 ഇതാണ് എന്തെന്ന്? നമ്മളുടെ സംയുക്തത്തിന്റെ രാസരൂപം അല്ലെ, രാസസൂത്രം അല്ലെ. അപ്പൊ അലൂമിനിയം ആരായിരുന്നു? Y ആയിരുന്നു. ക്ലോറിൻ ആരായിരുന്നു? X ആണ് അല്ലെ. അപ്പൊ അലൂമിനിയം Y എഴുതി. X എത്രയുണ്ട്? 3 ഉണ്ട്. അതുകൊണ്ട് എന്ത് വരും? YX3 എന്ന് വരും. എന്താണ്? YX3. ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചില സബ്ഷെല്ലുകൾ നൽകിയിരിക്കുന്നു. ഏതൊക്കെയാ? 3p 4d 3f 2d 2p. ഇവയിൽ സാധ്യമല്ലാത്തത് അല്ലെ, സാധ്യതയില്ലാത്ത സബ്ഷെല്ലുകൾ ഏവ? കാരണം വിശദമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം n=1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെല്ല് അല്ലെ. n=2 എന്ന് വെച്ച് കഴിഞ്ഞാലോ 2 ഷെല്ല്. n=3 എന്ന് വെച്ച് കഴിഞ്ഞാലോ 3 ഷെല്ല്. n=4 എന്ന് വെച്ച് കഴിഞ്ഞാലോ 4 ഷെല്ല് എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ ഇവിടെ ആരൊക്കെയാ ഉണ്ടാവുക? എസ് മാത്രമേ ഉണ്ടാവൂ. ഇവിടെയോ എസ് ഉണ്ടാവും, പി ഉണ്ടാവും. ഇവിടെയോ എസ് ഉണ്ടാവും, പി ഉണ്ടാവും, ഡി ഉണ്ടാവും. ഇവിടെയോ എസ് ഉണ്ടാവും, പി ഉണ്ടാവും, ഡി ഉണ്ടാവും, എഫ് ഉണ്ടാവും അല്ലെ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിലേ പഠിക്കുന്ന കാര്യമാണ് ഇതൊക്കെ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് ഒന്നാമത്തെ ഷെല്ല് എന്നുള്ള അർത്ഥത്തിൽ 1s എന്ന് എഴുതിക്കൂടെ? ഇത് രണ്ടാമത്തെ എന്നുള്ളതിൽ 2s ഉം 2p യും അല്ലെ. ഇത് മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3s ഉം 3p യും 3d യും. നാലാമത്തെ ആണെങ്കിൽ 4s 4p 4d 4f. അങ്ങനെയാണെങ്കിൽ ഇതിൽ 1s 2s 3s 4s എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അപ്പൊ 1 എന്നുള്ള ഒന്നും നമുക്കിവിടെ ഇല്ല. അടുത്ത നോക്ക്, 2p 3p 4p ഉണ്ട് അല്ലെ. 3p ഉണ്ടല്ലോ, 3p ഉണ്ട്. യെസ്, 3p പോസിബിൾ ആണ്. അടുത്തത് ഏതാ? 2p യും പോസിബിൾ ആണ് അല്ലെ. ആരൊക്കെ പോസിബിൾ ആണ്? 3p അല്ലെ. 3p എന്നുള്ളതും ഉണ്ട്, 2p എന്നുള്ളതും ഉണ്ട്. അടുത്തത് നോക്ക്, 3d ഇതിൽ ആരുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്തത് 4d പോസിബിൾ ആണ് അല്ലെ. 4d പോസിബിൾ ആണ്. അടുത്തത് ഇനി 2d എന്ന് നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടോ? ഇവിടെ 2d എന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. 2d എന്നുള്ളത് പോസിബിൾ അല്ല. അതേപോലെ ഇവിടെ നിങ്ങൾ 3f എന്ന് കാണുന്നുണ്ടോ? 3d കഴിഞ്ഞിട്ട് 3f ഉണ്ടോ? ഇല്ല, 3f ഉം ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ സാധ്യമല്ലാത്ത സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ്? 3f ഉം 2d യും അല്ലെ. 2d വരെ ഇല്ല. 2s ഉം 2p ആണുള്ളൂ. 3 ആണെങ്കിലോ 3s ഉം 3p യും 3d യും വരെ ആണുള്ളൂ. 3f ഉണ്ടോ? ഇല്ല. 2d ഉണ്ടോ? ഇല്ല. അപ്പൊ 3f ഉം 2d ആണ് എന്തെന്ന്? സാധ്യമല്ലാത്ത സബ്ഷെല്ലുകൾ. അപ്പൊ ഇതിന്റെ കാരണം വിശദമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മൾ കാരണം വിശദമാക്കുക? നമുക്കറിയാം അല്ലെ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വെച്ചിട്ട് നമുക്ക് എന്താണ്? യെസ്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അല്ല,
എൽ എസ് ഈക്വൽ ടു എന്താണ് 0 മുതൽ അല്ലെ 0 മുതൽ n-1 വരെ വിലയുണ്ട് അല്ലെ. എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 മുതൽ n-1 വരെ വിലയുണ്ട്. അപ്പൊ എൽ എസ് ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ അത് എസ് ആണ് എന്നർത്ഥം. എൽ എസ് ഈക്വൽ ടു 1 കിട്ടിക്കഴിഞ്ഞാലോ അത് പി ആണ് അല്ലെ. എൽ എസ് ഈക്വൽ ടു 2 ആണെങ്കിലോ അത് ഡി ആണ്. എൽ എസ് ഈക്വൽ ടു 3 ആണെങ്കിൽ അത് എഫ് ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ ഈ 3p അല്ലെ 3pന്റെ എങ്ങനെയാ നമ്മൾ കാണുക 3pന്റെ വില എങ്ങനെയാ നമ്മൾ കാണുക? യെസ് 3p ആവുമ്പോ യെസ് മൂന്നാമത്തേലുള്ള അല്ലെ എന്നിന്റെ വില എന്താണ് ഇവിടെ 3 ആണ്. അപ്പൊ എല്ലിന്റെ വില എങ്ങനെ കാണാം? 0 മുതൽ n-1 എന്ന് പറയുമ്പോ 3 - 1 അല്ലെ 3 - 1 എത്രയാ 2. അപ്പൊ 0 മുതൽ 2 വരെ 0 മുതൽ 2 വരെ എന്ന് പറയുമ്പോൾ 0 വരും 1 വരും 2 വരും. അപ്പൊ 0 എന്നുള്ളത് എസ് ആണ്, 1 എന്നുള്ളത് പി ആണ്, 2 എന്നുള്ളത് ഡി ആണ്. അപ്പൊ 3p അല്ലെ 3p എന്ന് പറയുന്നത് പോസിബിൾ ആണ് അല്ലെ. ഈ ഒരു വില നോക്കിയിട്ട് ഇതൊക്കെ പോസിബിൾ ആണോ അല്ലയോ എന്ന് പറയുന്ന അറിഞ്ഞൂടെ. ഇനിയിപ്പോ 4d ആണെങ്കിൽ എന്നിന്റെ വില 4 ആണ്. അപ്പൊ l ഈക്വൽ ടു 0 മുതൽ n-1 n ഇവിടെ എത്രയാ 4. അപ്പൊ 4 - 1 എത്രയാ 3. അപ്പൊ 0 മുതൽ 3 വരെ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്, 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ പി, 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി, 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ്. അപ്പൊ എന്താണ് എസ് പി ഡി എഫ് അല്ലെ. ഇതില് 4d എന്ന് പറയുന്നത് എന്താണ് പോസിബിൾ ആണ്. അതേപോലെ തന്നെ 3f നിങ്ങളൊന്ന് കണ്ടുനോക്ക്. 3f ആവുമ്പോ എന്നിന്റെ വില എന്താണ് ഇവിടെ 3 ആണ് അല്ലെ. അപ്പൊ എന്താണ് 0 മുതൽ n-1 കാണുമ്പോ 0 മുതൽ n എത്ര 3 - 1 2 0 മുതൽ 2 എന്ന് വരുമ്പോ 0 1 2 അല്ലെ. 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്, പി 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ പി, 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി. ഇവിടെ എന്താണ് എസും പിയും ഡിയും മാത്രമേ ഉള്ളൂ. 3f എന്നുള്ളത് പോസിബിൾ ആണോ? അല്ല. അപ്പൊ ഞാൻ നേരത്തെ വരച്ചാന്നില്ല n=1 എസ് മാത്രം, പി n=2 ആണെങ്കിൽ എസും പിയും ആ സംഭവമില്ലേ അത് തന്നെ നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്തെന്ന് മാത്രം. അത് ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാന്നുള്ളത് കാണിച്ചു തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ പോസിബിൾ അല്ലാത്തത് ഏതൊക്കെയാണ് 3fഉം 2dയും. ഓക്കെ, അത് പിന്നെയും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, കോംപ്ലിക്കേറ്റഡ് ആവുകയേ ഉള്ളൂ ഞാൻ പിന്നെയും ഇങ്ങനെ പറയുമ്പോ. അപ്പൊ 3fഉം 2dയും വരൂല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ ആൻസർ. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. എ ബി എന്നീ രണ്ട് മൂലകങ്ങളുടെ പീരിയോഡിക് ടേബിളിലെ സ്ഥാനം നൽകിയിരിക്കുന്നു. പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് 4ാമത്തെ പീരീഡ് 2ാമത്തെ ഗ്രൂപ്പാണ് തന്നിട്ടുള്ളത്. എ എന്ന് പറയുന്നത് എന്താ 4ാമത്തെ പീരീഡ് 2ാമത്തെ ഗ്രൂപ്പ്. അപ്പൊ 4ാമത്തെ പീരീഡ് എന്ന് പറയുമ്പോ എന്താണ് 4ാമത്തെ പീരീഡ്. അപ്പൊ 4ആണ് ലാസ്റ്റ് വരേണ്ടത് അല്ലെ. അപ്പൊ 4ാമത്തെ പീരീഡിലുള്ള 2ാമത്തെ ഗ്രൂപ്പ് അല്ലെ. 2ാമത്തെ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആരാ? യെസ്, നമ്മളുടെ എസ് ആണ്. ഓർമ്മയില്ലേ 1 2 ഗ്രൂപ്പ് എസ് ആണ്. 3 മുതൽ 12 വരെ ഡി ആണ്. 13 മുതൽ 18 വരെ പി ആണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. 1ാമത്തെയും 2ാമത്തെയും എസ് ആണ്. അപ്പൊ 2ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എസ് വന്ന് 2ാമത്തെ ഗ്രൂപ്പ് 1ാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ 1s1 എന്ന് വരും. 2ാമത്തെ ഗ്രൂപ്പ് ആണെങ്കിലോ 2 എന്ന് വരും അല്ലെ. S2 എന്നല്ലേ വരിക. അപ്പൊ 2ാമത്തെ ഗ്രൂപ്പ് ആയതുകൊണ്ട് 4s2 എന്ന് വന്ന്. ഇനി എന്താ, ഇനി ഇതിന്റെ മുന്നോട്ടേക്കുള്ള ആൾക്കാരെ നമുക്ക് എഴുതാലോ അല്ലെ. അപ്പൊ എന്ത് വരും 1s2 2s2 2p6 3s2 3p എന്ത് വരും 3p6 4s2. അപ്പൊ ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, ഇനി അടുത്ത നോക്ക് ബി 2ാം പീരീഡ് 16ാമത്തെ ഗ്രൂപ്പ്. 2ാമത്തെ പീരീഡ് ആണ്. അപ്പൊ പീരീഡിനെയാണ് 2 അല്ലെ. 2ാമത്തെ പീരീഡിലുള്ള 16ാമത്തെ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി അല്ലെ. അപ്പൊ പിയില് 13 14 15 16 17 18 അല്ലെ. ഇത് P1, ഇത് P2, ഇത് P3, ഇത് P4, ഇത് P5, ഇത് P6. അപ്പൊ 16ാമത്തെ ഗ്രൂപ്പ് എന്ന് വരുമ്പോ ഇവിടെ എന്താ വരിക P4 ആണ് വരിക അല്ലെ. P4. അപ്പൊ 16ാമത്തെ ഗ്രൂപ്പ് എന്ന് വരുമ്പോ P4 വന്ന് 2ാമത്തെ ഗ്രൂപ്പ് അല്ലെ. സോറി 2ാമത്തെ പീരീഡ് 16ാമത്തെ ഗ്രൂപ്പ് P4 വന്ന്. ഇനി എന്താ ബാക്കിയുള്ള ഫില്ല് ചെയ്യാലോ അല്ലെ. അപ്പൊ എന്ത് വരും 1s2 2s2 2p4 എന്നായി. അപ്പൊ ഇതാണ് നമ്മളുടെ എ എന്ന് പറയുന്ന ആള്, ഇതാണ് നമ്മളുടെ ബി എന്ന് പറയുന്ന ആള്. അങ്ങനെയെങ്കിൽ എ ബി എന്നിവയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ വൃത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എയുടെ ബാഹ്യതമ സബ്ഷെല്ലിലെ സൂചിപ്പിക്കുന്ന
N, L വിലകൾ എഴുതുക. എ അല്ലെ, ഈ എ എന്ന് പറയുന്നതിന്റെ ബാഹ്യതമ സബ്ഷെല്ലിൽ സൂചിപ്പിക്കുന്ന എന്നിന്റെ വിലയും എല്ലിന്റെ വിലയാണ് ചോദിച്ചിട്ടുള്ളത്. ബാഹ്യതമ സബ്ഷെൽ ഏതാ? യെസ്, ഇതാണ് ബാഹ്യതമ, പുറത്തുള്ളത്. അതിൽ ഈ 4 എന്ന് സൂചിപ്പിക്കുന്ന എന്താ? N ആണ് അല്ലെ. അപ്പൊ N ഈസ് ഈക്വൽ ടു എന്താണ്? 4 ആണ് അല്ലെ. ഇനി എസ് ആണെങ്കിൽ എല്ലിന്റെ വില എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. എല്ലിന്റെ വില 0 ആയിരിക്കും. ബിക്കോസ് എസ് ആണെങ്കിൽ എല്ലിന്റെ വില 0 ആയിരിക്കും. അപ്പോ നമ്മൾ ബി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അല്ലെ. എയുടെ ബാഹ്യതമ സബ്ഷെല്ലിൽ സൂചിപ്പിക്കുന്ന N, L വിലകൾ എഴുതുക എന്നുള്ളത് നമ്മൾ എഴുതി. അടുത്തത് ബിയുടെ ബാഹ്യതമ ഇലക്ട്രോൺ ഉൾപ്പെടുന്ന സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കും? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എമ്മിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ബിന്റെ ബാഹ്യതമ സബ്ഷെൽ അല്ലെ. ബിന്റെ ബാഹ്യതമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ? നമ്മളുടെ ഇതാണ് നമ്മളുടെ ബിന്റെ ബാഹ്യതമയായിട്ടുള്ള സബ്ഷെല്ല്. അവിടെ എത്ര ഓർബിറ്റുകൾ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ഓർബിറ്റുകൾ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെയാ കാണാ? നമുക്കറിയാം അല്ലെ. എന്തിന്റെ അടിസ്ഥാനത്തിൽ കാണാനാ പറഞ്ഞിട്ടുള്ളത്? എമ്മിന്റെ അടിസ്ഥാനത്തിൽ കാണാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർബിറ്റൽസ് എന്നർത്ഥം അല്ലെ. അപ്പൊ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? -L മുതൽ L വരെയാണ് വില അല്ലെ. എം എന്ന് വെച്ച് കഴിഞ്ഞാല് -L മുതൽ L വരെയാണ് വില. അങ്ങനെയെങ്കിൽ നമ്മൾ ബി എഴുതുകയാണെങ്കിൽ 1s2 2s2 2p4 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലെ. 1s2 2s2 2p4 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാഹ്യതമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ അല്ലെ. ബാഹ്യതമയിലെ എല്ലിന്റെ വില എത്രയാ? ഇവിടെ പി ആണ് അല്ലെ. പി ആണെങ്കിൽ എല്ലിന്റെ വില എത്രയായിരിക്കും? എല്ലിന്റെ വില 1 ആയിരിക്കും അല്ലെ. അങ്ങനെയെങ്കിൽ എം കാണാലോ. എം ഈക്വൽ ടു എന്താ? -L മുതൽ L വരെ. -L എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? -1 മുതൽ 1 വരെ. അപ്പൊ -1 മുതൽ 1 വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ -1. ഇതിന്റെ ഇടയിൽ ആരുണ്ട്? 0 ഉണ്ട്. പിന്നെയാണ് 1 വരുന്നത്. അപ്പൊ 1 2 3 അല്ലെ. 1 2 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ഓർബിറ്റലുകളാ? 3 ഓർബിറ്റ് അല്ലെ. 3 ഓർബിറ്റുകളാണ് ഉള്ളത്. 3 ഓർബിറ്റലുകളാണ് ഉള്ളത്. 3 ഓർബിറ്റലാണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ അല്ലെ. ഓക്കെ. അപ്പൊ ഇതെല്ലാം വളരെ സിമ്പിൾ ആണ്. നമ്മൾ പാഠഭാഗം പഠിക്കുമ്പോൾ തന്നെ ഇതൊക്കെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. എന്തെങ്കിലും ഡിഫിക്കൽട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ലാസ് ഒന്ന് മുഴുവൻ കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം കേട്ടോ. ഓക്കെ. അടുത്തത് എയും ബിയും ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുക. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തില്ലേ, അതേപോലത്തെ രാസസൂത്രമാണ് എഴുതേണ്ടത് അല്ലെ. അപ്പൊ എ ആരാണെന്ന് കണ്ടുപിടിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അല്ലെ. ഞാൻ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇത് എഴുതി തരാം. 1s2 2s2 2p6 3s2 3p6 4s2 അല്ലെ. ഇതാണ് എ എന്ന് പറഞ്ഞാല്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു? 1s2 2s2 2p4 ആയിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ എയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6ഉം 4ഉം 10, 10ഉം 10ഉം 20 അല്ലെ. 20 ഇലക്ട്രോൺ ഉണ്ട്. 20 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതാരാണ്? 20 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 20ാമത്തെ അറ്റോമിക് നമ്പർ ഉള്ള ആരാണ്? നമ്മളുടെ കാൽസ്യം ആണ് അല്ലെ. കാൽസ്യം ആണ്. ഇവിടെ ബി ആണെങ്കിലോ 4ഉം 2ഉം 6, 6ഉം 2ഉം 8 അല്ലെ. 8ാമത്തെ ആരായിരുന്നു? നമ്മളുടെ ഓക്സിജൻ ആണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും ചേർന്നുണ്ടാവുന്ന സംയുക്തത്തിന്റെ രാസസൂത്രമാണ് എഴുതേണ്ടത് അല്ലെ. അപ്പൊ കാൽസ്യം എഴുതാം, ഓക്സിജൻ എഴുതാം. കാൽസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇത് കെ, ഇത് L, ഇത് M. അപ്പൊ ലാസ്റ്റ് വന്നത് ഇയാളാണ് അല്ലെ. ലാസ്റ്റ് വന്നത് ഇയാളാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ എന്താ സംഭവം ഉള്ളത്? ഇവിടെ 2 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ 6 ഇലക്ട്രോണിയും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇയാൾ ഹാപ്പി ആയിരുന്നു. പക്ഷെ 6 ഇലക്ട്രോൺ ആരെങ്കിലും ഇയാൾക്ക് കൊടുക്കോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. വിട്ടുകൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? +2 ആണ് അല്ലെ. അപ്പൊ +2 വന്ന്. ഓക്സിജന്റെ എത്രയാ? ഇത് കെ ആണ്, ഇത് L ആണ്. അപ്പൊ L വരുന്നത് 4 + 2 എത്രയാ? 6 ഇലക്ട്രോണ്. അപ്പൊ 6 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണോ എളുപ്പം, അല്ലെ 2 ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നതാണോ എളുപ്പം? 2 ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നതാണ് എളുപ്പം. അപ്പൊ വാങ്ങിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? -2 ആണ് അല്ലെ. 2 ഇലക്ട്രോൺ -2 ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ CAയും ഇതും അല്ലെ. അപ്പൊ എന്ത് വരും? CA2 അല്ലെ. സൈൻ ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. CA2.
ഓന്റെയോ ഓയും 2 അല്ലെ, ഓയും 2. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെയും 2 ഇവിടെയും 2. അങ്ങനെ നമ്മൾ സെയിം നമ്പർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. എന്ത് എഴുതാ മതി? CaO എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെയും 2 ഇവിടെയും 2 ആണെങ്കിൽ CaO, ഇവിടെയും 3 ഇവിടെയും 3 ആണെങ്കിൽ CaO, ഇവിടെ 4 ഇവിടെ 3 ആണെങ്കിലോ Ca4O O3 തന്നെ എഴുതണം. ഇവിടെ ഒരേപോലെ ആണെങ്കിലാണ് നമ്മൾ ആ നമ്പർ എഴുതണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? CaO ആയിരിക്കും. അടുത്താണ്, ഈ സംയുക്തത്തിൽ ഏത് തരം രാസബന്ധനമാണ് കാണുന്നത്? ഏത് തരം രാസബന്ധനമായിരിക്കും? കാൽഷ്യത്തിന്റെ അല്ലെ, കാൽഷ്യത്തിന്റെ +2 ആയിട്ടും ഓക്സിജന്റെ -2 ആയിട്ടും അല്ലെ. ഒരു പ്ലസ് മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അയോണിക ബോണ്ട് അല്ലെ, അയോണിക ബോണ്ട്, അയോണിക ബോണ്ട്, അയോണിക ബോണ്ട് കേട്ടോ, അയോണിക ബോണ്ടാണ്. ഇതെല്ലാം 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടെക്സ്റ്റിൽ പഠിക്കുന്നില്ല, പക്ഷെ 9th പഠിച്ച ആ ഒരു അസസ്മെന്റ് ആണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അടുത്തതാണ്, ഏതാനും മൂലകങ്ങളുടെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം ഉത്കൃഷ്ടവാതകത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ ഉത്കൃഷ്ടവാതകം എന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ആകെ നിയോൺ അല്ലെ, 10ാം സ്ഥാനക്കാരനായ നിയോണിനെ മാത്രമായിരുന്നു പഠിച്ചിട്ടുള്ളത് അല്ലെ. പക്ഷെ നിയോണ് മാത്രമല്ല, ആരുണ്ട്? ഹീലിയം ഉണ്ട്. ഹീലിയം എത്രാമത്തെ സ്ഥാന? 2ാമത്തെ സ്ഥാനത്ത് ഹീലിയം ഉണ്ട്. നിയോണിന്റെ 10 ഉണ്ട്. പിന്നെ ആരുണ്ട്? ആർഗൺ ഉണ്ട് 18, ക്രിപ്റ്റൺ ഉണ്ട് 36. തൽക്കാലം ഇത്രയും പഠിച്ചു വെക്കാം. ഓക്കെ, 2ാമത്തെ അറ്റോമിക് നമ്പർ വെച്ച് ഹീലിയം ഉണ്ട്, 10ാമത്തെ അറ്റോമിക് നമ്പർ വെച്ചിട്ട് നിയോൺ ഉണ്ട്, 18ാമത്തെ അറ്റോമിക് നമ്പർ ആർഗൺ ഉണ്ട്, 36ാമത്തെ ക്രിപ്റ്റൺ ഉണ്ട്. ഓക്കെ, അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി നോക്കിക്കോളെ, അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ നിയോൺ അല്ലെ, നിയോൺ ഉണ്ട്, ഇതും ഉണ്ട്. നിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 10ാമത്തതാണ് അല്ലെ. അപ്പൊ നിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാമത്തതാണ്. 10 വരെ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 അല്ലെ. നിങ്ങൾ കൂട്ടിയൊക്കെ 6 4 10 അല്ലെ. ഇതുവരെ ആരായി? നമ്മളുടെ നിയോൺ ആയി അല്ലെ. ഇനി ആരെയും കൂടി എഴുതാ? ബാക്കി ഇയാളെയും കൂടി എഴുതാം. എന്ത് വരും? 3s2 3p6 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഹീലിയം HeS2 അല്ലെ. എന്താണ്? ഹീലിയവും ഉണ്ട്, പിന്നെ ആരും ഉണ്ട്? 2s1 ഉണ്ട്. ഹീലിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എത്രാമത്തെ ആളായിരുന്നു? 2ാമത്തതാണ്. അപ്പൊ 2ാമത്തെ എന്ന് വരുമ്പോ 1s2 അല്ലേ വരിക അല്ലെ. പിന്നെ ആരുണ്ട്? 2s1 കൂടി വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തതാരാണ്? ആർഗൺ ഉണ്ട്. ആർഗൺ ഉണ്ട്. ആർഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രാമത്തെ ആളാണ്? 18ാമത്തെ ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 18 വരെ നമുക്ക് എഴുതണം അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2, പിന്നെ ആര് വരും? 3p6 3d 2 4s2 അല്ലെ. നിങ്ങൾ നോക്ക്, ഇവിടം വരെ എത്രയായി? 6ഉം 10ഉം 18 അല്ലെ. ഇവിടം വരെ ആരായി? ആർഗണായി. പിന്നെ ഇയാളാണ് നമ്മളുടെ മിച്ചം വന്ന ഇത്. ആർഗൺ 18ന്റെ ഇങ്ങനെ എഴുതി, ബാക്കിന്റെ ഇങ്ങനെയും എഴുതി. ഓക്കെ, അപ്പൊ ആരൊക്കെയുണ്ട്? ഹീലിയം ഉണ്ട്, നിയോൺ ഉണ്ട്, ആർഗൺ ഉണ്ട്, ക്രിപ്റ്റൺ ഉണ്ട്. ഹീലിയം ആണെങ്കിൽ 2ാമത്തതാണ്, നിയോൺ ആണെങ്കിൽ 10ാമത്തതാണ്, ആർഗൺ ആണെങ്കിൽ 18 ആണ്, ക്രിപ്റ്റൺ ആണെങ്കിൽ 36 ആണ്. ക്രിപ്റ്റൺ എത്രയാ? 36. അപ്പൊ ക്രിപ്റ്റന്റെ വരുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പൊ എങ്ങനെയാ ഫില്ലിങ് നടക്കുക എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് 1s 2s 2p 3s 3p 3d 4s 4p 4d 4f. തൽക്കാലം ഇത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അല്ലെ. ഇപ്പൊ കാരണം അല്ലെ, നമുക്ക് 20 വരെയൊക്കെ ആണെങ്കിൽ 3d കഴിഞ്ഞിട്ട് 4s അങ്ങനെയൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷെങ്കിൽ 38 അല്ലെ, 36 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എഴുതാനായിട്ട് അറിയണമെങ്കിൽ ഈ ഒരു എനർജി ലെവലിന്റെ ഡയഗ്രാം വരച്ചു വെക്കുന്നത് നല്ലതായിരിക്കും അല്ലെ. അപ്പൊ 10 വരെ അല്ലെങ്കിൽ 20 വരെ എഴുതുന്നതിന് കുഴപ്പമില്ല അല്ലെ. 20 വരെ എഴുതാം, കാരണം ക്രിപ്റ്റോൺ എത്രാമത്തെയാ? 36ാമത്തെ. അപ്പൊ 20 വരെ എഴുതാം. ഇപ്പൊ 1s2 2s2 2p6, അടുത്തതോ 3s2 3p6 4s2. ഇവിടം വരെ എത്ര? 6 4 10 6 4 10. അപ്പൊ ഇവിടം വരെ 20 ആയി. അപ്പൊ നോക്കിക്കോളെ, 1s നിറച്ച്, പിന്നെ 2s നിറച്ച്, 2p നിറച്ച്, 3s നിറച്ച്, 3p നിറച്ച്, 4s നിറച്ച്. 4s നിറച്ച് കഴിഞ്ഞാൽ ഇനി എവിടത്തേക്ക് പോകണം? 3dയിലേക്ക് പോകണം അല്ലെ. അടുത്തതാണ് 3d10. ഇപ്പൊ എത്രയായി? ഇവിടം വരെ 10, ഇവിടം വരെ 10, 10ഉം 10 20ഉം 10ഉം 30 ആയി. ഇനി ഒരു 6ഉം കൂടി വേണം.
അപ്പൊ 3D നിറച്ചു കഴിഞ്ഞ് ഇനി എടുത്തേക്കാ പോവാ 4P-യിലാണ് അല്ലെ. അപ്പൊ 4P ഇവിടെ എന്ത് വരും, 6 കൂടി നിറക്കണം അല്ലെ. അപ്പൊ 4P6 എന്ന് വന്നു അല്ലെ. അപ്പൊ ഇവിടം വരെ ആരായി, ഇവിടം വരെ നമ്മളുടെ ക്രിപ്റ്റൺ ആയി. ഇനി ബാക്കിയുള്ള ആരെയും കൂടി എഴുതാണ്ട് ഈ 5s2 കൂടി എഴുതാണ്ട്. അപ്പൊ ആ 5s2 കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം കറക്റ്റ് ആയി. ക്ലിയർ ആണല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ നോക്കിക്കോളെ, പൂർണ്ണ രൂപത്തിലുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പൊ നമ്മൾ പൂർണ്ണ രൂപത്തിലുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത് നോക്ക്, പീരിയോഡിക് ടേബിളിന്റെ സഹായത്താൽ അവയുടെ പ്രതീകങ്ങൾ കണ്ടെത്തി എഴുതുക. പീരിയോഡിക് ടേബിളിന്റെ സഹായത്തിൽ പ്രതീകം എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 അല്ലെ, 10ഉം 2ഉം 12ഉം 6ഉം 18. 18ാമത്തത് ആരാണ്, നമ്മളുടെ ആർഗൺ ആണ്. ഇനി അടുത്തത് ഹീലിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അല്ലെ, 2 + 1 എത്ര, 3. മൂന്നാമത്തത് ആരാ, നമ്മളുടെ ലിഥിയം ആണ്. അടുത്തത്, ഇത് ഞാനിങ്ങനെ പറയുന്നത് നമ്മള് പീരിയോഡിക് ടേബിൾ ഇങ്ങനെ യൂസ്ഡ് ആയതുകൊണ്ടാ. ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും 18ാമത്തെ ആർഗൺ എന്നൊന്നും പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്, പീരിയോഡിക് ടേബിളിന്റെ സഹായത്താൽ അവയുടെ പ്രതീകങ്ങൾ കണ്ടെത്തി എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ നോക്കി എഴുതിയാൽ മതി. നമുക്ക് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ആർഗൺ എത്ര, 18 അല്ലെ. ആർഗൺ 18, 18ഉം 2ഉം 20, 20ഉം 2ഉം എത്ര വന്ന്, 22. 22ാമത്തെ ആൾ ആരാന്ന് അറിയാവോ, നമ്മളുടെ ടൈറ്റാനിയം ആണ്. ആരാണ്, ടൈറ്റാനിയം. അടുത്തത് ക്രിപ്റ്റൺ. ക്രിപ്റ്റൺ എത്രാമത്തെയാണ്, 36. 36ഉം 2ഉം 36ഉം 2 എത്ര, 38. 38ാമത്തെ ആണ് നമ്മളുടെ സ്ട്രോൺഷ്യം. ആര്, SR എന്ന് പറയുന്ന സ്ട്രോൺഷ്യം. ഓക്കെ, അപ്പൊ 18ാമത്തെ ആർഗണ്, ഇവിടെ നമുക്ക് ഹീലിയവും ഇതും വന്നുകൊണ്ട് ലിഥിയം വന്ന്, ഇവിടെ ആർഗണും ബാക്കിയുള്ളയും കൂടിയപ്പോ ടൈറ്റാനിയം വന്ന്, ഇവിടെ ക്രിപ്റ്റണും ബാക്കിയുള്ളയും കൂടിയപ്പോ സ്ട്രോൺഷ്യം വന്നിട്ടുണ്ട്. ഇപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരാറ്റത്തിൽ അവസാന ഇലക്ട്രോൺ നിറയുന്നത് 3D സബ്ഷെല്ലിലാണ്. എന്താണ്, അവസാനത്തെ ഇലക്ട്രോൺ നിറയുന്നത് എവിടെ, 3D സബ്ഷെല്ലിലാണ്. ഓക്കെ, അപ്പൊ 3Dയിലാണ് അവസാനത്തെ ഇലക്ട്രോൺ നിറയുന്നത്. ഈ സബ്ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ ഉണ്ട്. എത്ര ഇലക്ട്രോൺ ഉണ്ട്, 7 ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആറ്റത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അറ്റോമിക് നമ്പർ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അറ്റോമിക് നമ്പർ. അപ്പൊ നമുക്ക് ഇതിന്റെ മുന്നിലുള്ള ആൾക്കാരെ ഒന്ന് എഴുതാം അല്ലെ. അപ്പൊ എന്താ, 1s2, 2s2, 2p6, 3s2, 3p6. എന്നിട്ട് 3D ആണോ വരിക, അല്ല, നമ്മൾ ആരുണ്ടേലും 4s2 നിറച്ചതിന് ശേഷമാണ് 3D വരിക അല്ലെ. ഇങ്ങനെയാണ് വരിക. 4s2 ഇവിടെ 3p6 കഴിഞ്ഞിട്ട് 4s2 കഴിഞ്ഞിട്ടാണ് 3d7 വരിക. ഇതിപ്പോ ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇവരെ ഒരുമിച്ച് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്തെന്ന് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ പൂർണ്ണ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതി. അപ്പൊ അറ്റോമിക് നമ്പർ എത്രാന്ന് ചോദിച്ചിട്ടുണ്ട്. അറ്റോമിക് നമ്പർ ഇരുന്ന് കൂട്ടിക്കോ. 6ഉം 2ഉം 8ഉം 2ഉം 10, 10ഉം 2ഉം 12, 12ഉം 6ഉം 18, 18ഉം 2ഉം 20, 20ഉം 7ഉം 27. അറ്റോമിക് നമ്പർ എത്രയാ വന്നിട്ടുള്ളത്, അറ്റോമിക് നമ്പർ 27 ആണ് വന്നിട്ടുള്ളത്. ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു, ഇത് ഏത് ബ്ലോക്കിലാ ഉൾപ്പെടുന്നത്, ലാസ്റ്റ് ഇലക്ട്രോൺ അല്ലെ. 3p6 കഴിഞ്ഞിട്ട് ആരെയാ നിറച്ചത്, 4s2 അല്ലെ. 4s2 നിറച്ചതിന് ശേഷമാണ് ഈ 3d7 നിറച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ബ്ലോക്കിലാണോ പെടുന്നത് അതാണ് അതിന്റെ ബ്ലോക്ക് എന്ന് പറയും അല്ലെ. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോണെ നിറച്ചിട്ടുള്ളത് ഏത് ബ്ലോക്കാ, ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ബ്ലോക്ക് പെടും, ഡി ബ്ലോക്കിൽ പെടും. അടുത്തത് പീരീഡ് നമ്പർ കണ്ടെത്തുക. പീരീഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെല്ലുകളുടെ എണ്ണമാണ്. ഒറ്റടിക്ക് ഡി ബ്ലോക്കിൽ എന്നുള്ള രീതിയിൽ 3 എന്ന് എഴുതി കഴിഞ്ഞാൽ പീരീഡിന്റെ എണ്ണം തെറ്റും അല്ലെ. ഏറ്റവും വലിയ നമ്പർ ഇവിടെ ഷെല്ല് ഏതാ, 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പീരീഡ് ഏതാണ്, നാലാമത്തതാണ്, നാലാമത്തെ ഷെല്ലാണ്. ഗ്രൂപ്പ് നമ്പർ എത്രാന്ന് ചോദിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ, ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാ കാണാൻ, നമ്മളുടെ ലാസ്റ്റത്തെ അല്ലെ, ലാസ്റ്റത്തെ എസിന്റെയും ഡിന്റെയും കൂട്ടിയാൽ മതി അല്ലെ. എസിന്റെ ആണ് 2, ഡിന്റെ ആണ് 7. അപ്പൊ 7ഉം 2ഉം എത്രയാ, 9. 9ാമത്തെ ഗ്രൂപ്പ് ആണ് എന്ന് നമുക്ക് കിട്ടി അല്ലെ. 9ാമത്തെ ഗ്രൂപ്പ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളിലെ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ എസ് അല്ലെ, Na2O, Na2O, Na2O അല്ലെ. ഈ ഓക്സിജൻ എന്ന് പറയുന്ന ആൾ ഏത് ബ്ലോക്കാ, പി ആണ് നമുക്കറിയാം അല്ലെ.
ഓക്സിജൻ എന്ന് പറയുന്നത് പി ആണെന്ന് അറിയാം അല്ലെ. നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇലക്ട്രോൺ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ മതി. ഓക്സിജന്റെ എട്ടാമത്തതാണ്. എട്ടാമത്തെ ആണെങ്കിൽ 1s2 2s2 2p4 വരും. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് പിയിലാണ്. അതുകൊണ്ട് ഓക്സിജൻ പി ആണ്. അപ്പൊ ഓക്സിജന്റെ അല്ല ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാ? എസ് ബ്ലോക്കിന്റെ ആണ്. സോഡിയം ആരാണ്? സോഡിയം നമ്മളുടെ എസ് ബ്ലോക്ക് ആണ് അല്ലെ. സോഡിയം മെഗ്നീഷ്യം ഓർമ്മയില്ലേ പഠിച്ചത് അല്ലെ. അപ്പൊ സോഡിയത്തിന്റെ നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റേണ്ടതാണ്. കാരണം ഒന്നാമത്തെ ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പ്, ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് നമ്മളെ സോഡിയം വരുന്നത്, രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് മെഗ്നീഷ്യം വരുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പിലെ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥ എന്തായിരിക്കും? +1 ആയിരിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ഓക്സീകരണ അവസ്ഥ എന്തായിരിക്കും? +2 ആയിരിക്കും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനിയിപ്പോ ഇങ്ങനെയൊന്നും ഓർമ്മയില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്താൽ മതി? സോഡിയത്തിന്റെ ഇത് എഴുതിയാൽ മതി അല്ലെ. Na2O എന്നാണെങ്കിൽ സോഡിയത്തിന്റെ എത്രാമത്തെയാണ്? 11ാമത്തെയാണ് സോഡിയം അല്ലെ. സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാൻ നോക്കിയോ? 1s2 2s2 2p6 എന്ത് വരും? 3s1 വരും അല്ലെ. അപ്പൊ ലാസ്റ്റ് എന്താ ഉള്ള ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നതാണോ നല്ല, അല്ലെങ്കിൽ 7 ഇലക്ട്രോൺ ആരടുത്തുനിന്നെങ്കിൽ വാങ്ങുന്നതാണോ? 7 ഇലക്ട്രോൺ ആരെങ്കിലും തരുവോ? ഇല്ല. അപ്പൊ ഒരു ഇലക്ട്രോണെ കൊടുക്കൂന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കൊടുക്കുക? പ്ലസ് ആണ്. എത്ര ഇലക്ട്രോണ്? ഒരു ഇലക്ട്രോൺ. അപ്പൊ +1 എന്ന് വന്ന്. അപ്പൊ സോഡിയത്തിന്റെ ഓക്സീകരണ അവസ്ഥ എത്ര? +1 ആ. ഇവിടെ 2 സോഡിയം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്താ? +2 എന്ന് എഴുതാം. ഒരു സോഡിയത്തിന്റെ ആണെങ്കിൽ +1, 2 സോഡിയം ഉണ്ടെങ്കിൽ +2 എന്ന് എഴുതാം. ഓക്കെ. അടുത്തതാണ് ആര്? നമ്മളുടെ KBr. പൊട്ടാസ്യവും ഉണ്ട്, ബ്രോമിനും ഉണ്ട്. ഇതിൽ ആരാണ് പി ബ്ലോക്ക്, ആരാണ് എസ് ബ്ലോക്ക്? നിങ്ങൾക്ക് കാണാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇത്ര കടും കട്ടി ഇല്ലയോ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കൂല. ബ്രോമിൻ എന്ന് പറയുന്നത് പി ബ്ലോക്കിൽ പെട്ടതാണ് കേട്ടോ. ബ്രോമിൻ എന്ന് പറയുന്നത് പി ബ്ലോക്കിൽ പെട്ടതാണ്. പൊട്ടാസ്യം എന്ന് പറയുന്നതാണ് എസ്സിൽ പെടുക. ഓക്കെ. അപ്പൊ പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ് അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 അല്ലെ. 3p6 കഴിഞ്ഞ് ഇനി ആരും കൂടി വേണം? 4s1 കൂടി വരണം അല്ലെ. അപ്പൊ 19 ആയി. അപ്പൊ നിങ്ങൾ നോക്ക്, ഇത് K, ഇത് L, ഇത് M, ഇത് N അല്ലെ. അപ്പൊ ലാസ്റ്റത്തെ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. ആ ഇലക്ട്രോണിനെ എന്താ ചെയ്യാ? കൊടുക്കുകയാണോ ചെയ്യാ, അല്ലെങ്കിൽ 7 ഇലക്ട്രോണെ വാങ്ങിക്കുകയാണോ ചെയ്യാ? ഒരു ഇലക്ട്രോണല്ലേ ഉള്ളൂ, എന്നാ പിന്നെ അങ്ങ് കൊടുത്തേക്കാം അല്ലെ. അപ്പൊ കൊടുക്കുകയാണ് ചെയ്യാ. കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ആണ്. എത്ര ഇലക്ട്രോണ്? ഒരു ഇലക്ട്രോൺ. അപ്പൊ എന്ത് വരും? +1 എന്ന് വരും. അപ്പൊ പൊട്ടാസ്യത്തിന്റെ ഓക്സീകരണ അവസ്ഥ എഴുതിയിട്ടുണ്ട്. അടുത്തതാണ് CaO. CaO നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതാ അല്ലെ. അപ്പൊ കാൽഷ്യം എന്ന് പറയുന്നത് ഏത് ബ്ലോക്ക്? O എന്ന് പറയുന്നത് ഏത് ബ്ലോക്ക്? നമ്മൾ തൊട്ട് മുന്നേ കണ്ടിട്ടുണ്ട്. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ബ്ലോക്ക് ആണ്. കാൽഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എസ് ആണ്. എസ്സിലെ എത്രാമത്തത്? 20ാമത്തെ ആളാണ് നമ്മളുടെ കാൽസ്യം അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 4s2 അല്ലെ. ഇതാണ് കാൽസ്യം. അപ്പൊ ഇത് K, ഇത് L, ഇത് M, ഇത് ലാസ്റ്റ് അല്ലെ. അപ്പൊ ലാസ്റ്റില് 2 ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോണിനെ കൊടുക്കുന്നതാണോ എളുപ്പം, അല്ലെങ്കിൽ 6 ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നതാണോ എളുപ്പം? 2 ഇലക്ട്രോണിനെ കൊടുക്കുന്നതാണ്. കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ആണ്. എത്ര ഇലക്ട്രോണ്? 2 ഇലക്ട്രോൺ. അപ്പൊ എന്ത് വരും? +2 എന്ന് വരും. +2. അപ്പൊ കാൽഷ്യത്തിന്റെ +2 ആണ് കിട്ടിയിട്ടുള്ളത്. അടുത്തതാണ് മെഗ്നീഷ്യവും ക്ലോറിനും. ക്ലോറിൻ ഏത് ഗ്രൂപ്പാ? ക്ലോറിന് പി അല്ലെ. പി ബ്ലോക്കിൽ പെട്ടതാണ്. 17ാമത്തെ അല്ലെ. 17ാമത്തെ ഗ്രൂപ്പിലുള്ള ക്ലോറിൻ ആണ്. അങ്ങനെയെങ്കിൽ മെഗ്നീഷ്യം ഓർമ്മയില്ലേ? സോഡിയം ഒന്നാമത്തെ, മെഗ്നീഷ്യം രണ്ടാമത്തെ ഗ്രൂപ്പിലെ. സോഡിയത്തിന്റെ ഓക്സീകരണാവസ്ഥ +1, മെഗ്നീഷ്യത്തിന്റെ ഓക്സീകരണാവസ്ഥ +2. പറഞ്ഞാൽ നിക്ക് അല്ലെ. അങ്ങനെയെങ്കിൽ മെഗ്നീഷ്യത്തിന്റെ ഓക്സീകരണാവസ്ഥ എത്ര? മെഗ്നീഷ്യത്തിന്റെ ഓക്സീകരണാവസ്ഥ +2 ആണ്. ഇത് നമുക്ക് ഒറ്റയടിക്ക് പീരിയോഡിക് ടേബിൾ അറിയെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? 1s2 2s2 2p6 3s2 3p എത്രയായി? 10 10ഉം 2ഉം. അയ്യോ 3s2 വരെ പോരെ, 12 അല്ലേ അല്ലെ. 3s2 12 അല്ലേ മെഗ്നീഷ്യത്തിന്റെ. ഓക്കെ 3s2. അങ്ങനെയെങ്കിൽ ഇത് K, ഇത് L, ഇത് M. ഇവിടെ 2 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഈ 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ആണ്. എത്ര ഇലക്ട്രോണ്? 2. അതുകൊണ്ട് +2. ഇങ്ങനെയും കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ അറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാനായിട്ടും പറ്റും. ഓക്കെ. അപ്പൊ സോഡിയം, മെഗ്നീഷ്യം, ക്ലോറിന്, കാൽസ്യം, ഓക്സിജൻ, ഇതിന്റെ ഒക്കെ എന്താ
പഠിച്ചു വെക്കുന്നത്. എന്ത് പഠിച്ചു വെക്കുന്നത്? ഓക്സീകരണ അവസ്ഥ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോ ചുവടെ നൽകിയിരിക്കുന്ന ഓക്സിജന്റെ എത്രയാന്ന് ഓർമ്മയില്ലേ? ഓക്സിജന്റെ -2 ആണ്. ഓക്സിജന്റെ -2 ആണ്. ക്ലോറിന്റെ എത്രയാണ്? ക്ലോറിന്റെ -1 ആണ്. സോഡിയത്തിന്റെ എത്രയാണ്? സോഡിയത്തിന്റെ +1 ആണ്. മെഗ്നീഷ്യത്തിന്റെ എത്രയാ? +2 ആണ്. കാൽസ്യത്തിന്റെ എത്രയാ? +2 ആണ്. ഓക്കെ, പൊട്ടാസ്യത്തിന്റെ എത്രയാ? പൊട്ടാസ്യത്തിന്റെ +1 ആണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്തത് ചുവടെ നൽകിയിരിക്കുന്ന ഓരോ ജോഡി ക്വാണ്ടം നമ്പർ വിലകളിൽ ഏത് സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെ, ഇത് അല്ലെ n=1 ഒന്നാമത്തേല്, l=0, l 0 ആണെങ്കിൽ അതെന്താ? S ആണ് അല്ലെ, 1s എന്ന് വരും. അടുത്തത് n=2 രണ്ടാമത്തതില്, l=1, l 1 ആണെങ്കിൽ അതേതാ? P ആണ്. കാരണം l=0 ആണെങ്കിൽ അത് 1, ഒന്നാണ് S, ഒന്നാണെങ്കിൽ അത് P, രണ്ടാണെങ്കിൽ D, മൂന്നാണെങ്കിൽ F എന്നൊക്കെ പറഞ്ഞാന്ന് ഓർമ്മയില്ല. അപ്പൊ l 0 എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് S ആന്ന് എഴുതിക്കൊള്ളണം. 1 എന്ന് കണ്ടു കഴിഞ്ഞാൽ P ആണ്, 2 എന്ന് കഴിഞ്ഞാൽ D ആണ്, 3 എന്ന് കഴിഞ്ഞാൽ F ആണ്. ഓക്കെ, യെസ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏതാനും സബ്ഷെല്ലുകൾ നൽകിയിരിക്കുന്നു, അവയുടെ N, L വിലകൾ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെ, അപ്പൊ 2s അല്ലെ, 2s ആണെങ്കിൽ ഈ 2 എന്ന് പറയുന്നത് എന്താ? N ആണ്. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Lന്റെ വില എന്താ? 0 ആണ്. ഓക്കെ, ഇനി അടുത്ത 4p അല്ലെ, 4p എന്ന് പറയുമ്പോ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ആണ്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Lന്റെ വില എന്താ? 1 ആണ്. അല്ലെ, അടുത്ത 3d ആവുമ്പോ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ആണ്. L എന്ന് വെച്ച് കഴിഞ്ഞാൽ Dന്റെ Lന്റെ വില എത്ര? 2 ആണ്. അടുത്ത 5f എന്തല്ല പറയുന്നത്? 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? N ആണ്. ഈ F അല്ലെ, Lന്റെ വില എന്തായിരിക്കും? F ല് 3 ആണ്. പറഞ്ഞ ഓർമ്മയില്ലേ? L 0 ആണെങ്കിൽ അത് S ആണ്, L 1 ആണെങ്കിൽ അത് P ആണ്, L 2 ആണെങ്കിൽ അത് D ആണ്, L 3 ആണെങ്കിൽ അത് F ആണ്. ഓക്കെ, അത്രേ ഇതുള്ളൂ. ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏതാനും മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. ഇവ ഉത്കൃഷ്ട വാതകത്തിന്റെ പ്രതീകം ഉപയോഗിച്ച് ചുരുക്കി എഴുതാനായിട്ടാ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം നോക്കാം. അല്ലെ, എന്താണ്? ഹീലിയം ഉണ്ട് രണ്ടാമത്തേതായിട്ട്, അടുത്ത ആരാണ്? നിയോൺ ഉണ്ട് 10ാമതായിട്ട്, ആർഗൺ ഉണ്ട് 18ാമതായിട്ട്, ക്രിപ്റ്റൺ ഉണ്ട് 36ാമത്തെ ആയിട്ട്. അല്ലെ, ഇനി നോക്ക്, ഇതിന്റെ ഒന്ന് കൂട്ടി വെക്കാം. 2ഉം 2ഉം 4, 4ഉം 4ഉം 8 അല്ലെ, ഇവിടെ 8 വന്നിട്ടുണ്ട്. ഇവിടെയോ 2ഉം 2ഉം 4, 4ഉം 6ഉം 10, 10ഉം 2ഉം 15, 10ഉം 2ഉം 12, 12ഉം 5ഉം 17, ഇത് 17ാമത്തെ അല്ലെ. ഇനി അടുത്തയോ, ഇതൊണ്ണി നോക്ക്. 2ഉം 2ഉം 4, 4ഉം 6ഉം 10, 10ഉം 2ഉം 12, 12ഉം 6ഉം 18, 18ഉം 1ഉം 19. ഓക്കെ, ഇനി ഇത് ഇവിടെ 2ഉം 2ഉം 4ഉം 6ഉം 10ഉം 2ഉം 12ഉം 6ഉം 18ഉം 2ഉം 20ഉം 5ഉം 25. ഓക്കെ, അപ്പൊ 8 എന്ന് പറയുന്നത് ഏതിലായിരിക്കും കൊള്ളുക? 8 എന്ന് പറയുന്നത് നിയോൺ ആണെങ്കിലാണ് നമുക്ക്, നിയോൺ 10 വരെ ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ ആരെ വെച്ച് എഴുതേണ്ടി വരും? ഹീലിയത്തിനെ വെച്ച് എഴുതേണ്ടി വരും അല്ലെ. അപ്പൊ ഒന്നാമത്തേല് ആര് വരും? ഹീലിയം എഴുതി. അപ്പൊ ഹീലിയത്തിന്റെ 2 ഇലക്ട്രോൺ പോയി. 2 ഇലക്ട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് പോയി. ഇനി ആരൊക്കെയാ ബാക്കിയുള്ള? ഈ 2s2ഉം 2p4ഉം അല്ലെ. അപ്പൊ ഞാൻ ഇതൊന്ന് ഇറേസ് ചെയ്തുതരാം, നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ഈ എഴുതിയ ഇത് മാത്രമാണ് ഇറേസ് ചെയ്യുന്നുള്ളൂ, മേലത്തെ ഈ റൗണ്ട് ഇട്ട മാത്രമാണ് ഇറേസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇനി ഹീലിയം 2 പോയി. ഇനി ആരുണ്ട്? 2s2ഉം 2p4ഉം, 2s2 2p4. ഓക്കെ, ഇനി അടുത്തതാരാ? ഈ ബി ആണ് എഴുതാനായിട്ട് പോകുന്നത്. ബി എഴുതുമ്പോ ഇവിടെ 17 ഉണ്ട്. 17 എന്ന് പറയുമ്പോ ഈ ആർഗൺ പെടുവോ? ഇല്ല, ആർഗൺ 18ാമത്തെ അല്ലെ, അപ്പൊ ആർഗൺ പെടൂല. 10 വരെയുള്ള നിയോൺ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഫില്ല് ചെയ്യാം അല്ലെ. അപ്പൊ 10 വരെയുള്ള നിയോൺ അല്ലെ, 10 വരെ ഇടം വരെ ഉണ്ടാവും? 6ഉം 4ഉം 10 അല്ലെ. അപ്പൊ ഇത് ഉണ്ടാവൂല. പിന്നെ ആരുണ്ടാവൂല? ഇത് ഉണ്ടാവൂല. 2ഉം 2ഉം 4ആയി. പിന്നെ ആരും ഉണ്ടാവൂല? ഇതും ഉണ്ടാവൂല അല്ലെ. അപ്പൊ ടോട്ടൽ എത്രയായി? 10 അല്ലെ. അതെന്തിനെ വെച്ച് ഫില്ല് ചെയ്യാം? നിയോണിനെ വെച്ച് ഫില്ല് ചെയ്ത്. ഇനി ബാക്കി ആരാ ഉള്ളത്? 3s2ഉം 3p5ഉം. അതിനെഴുതാ 3s2 3p5. ഓക്കെ, ഇനി അടുത്ത ഇതാണ്. അടുത്ത ഇത് എഴുതുമ്പോ 19 വരെ ഉണ്ട്. 19 വരെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വരെ ആർഗണിനെ എഴുതാം അല്ലെ. അപ്പൊ
ആർഗൺ എഴുതി 18 വരെ ഇവിടെ 2 2 4 4 6 10 10 2 12 12 6 18 അപ്പൊ ഇവിടം വരെ നമുക്ക് ആരെ വെച്ച് ഫില്ല് ചെയ്ത് നമ്മൾ ആർഗണ്ണെ വെച്ച് ഫില്ല് ചെയ്ത് ഇനി ആരെയും കൂടി എഴുതിയാൽ മതി ഈ 4s1നെയും കൂടി എഴുതിയാൽ മതി 4s1 ഇനി അടുത്ത 25 എന്ന് വരുമ്പോ ക്രിപ്റ്റണിൽ വരുമോ ഇല്ല 36 ക്രിപ്റ്റൺ അപ്പൊ ഇവിടെ ആരെന്നെ വരും ആർഗൺ തന്നെ വരും അല്ലെ ആർഗൺ എഴുതി ആർഗണ് 18 വരെ അല്ലെ അപ്പൊ 18 വരെ എന്ന് പറയുമ്പോ 2 2 4 6 10 2 12 6 18 അപ്പൊ ഇവിടം വരെ പോയി ഇനി ആരെഴുതിയാൽ മതി ബാക്കി വരുന്ന ആൾക്കാരെ എഴുതിയാൽ മതി അല്ലെ അതാരാണ് 3d5ഉം 4s2ഉം 3d5ഉം 4s2ഉം ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ അയോൺ Fe രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ Fe3+ അയോൺ ആയി മാറുന്നു അറ്റോമിക് നമ്പർ Feന്റെ 26 ഈ അയോണിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ Fe26 അല്ലെ Fe26 അതിന്റെ നമുക്കൊന്ന് എഴുതാലോ അല്ലെ Fe26 എന്ന് പറയുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 3d ആരെ വരും 6 അല്ലെ ഒന്ന് കൂട്ടിയൊക്കെ 6 10 20 6 ഓക്കെ 26 അല്ലെ ഇതാണ് Fe അല്ലെ Feന്റെ ആണ് പക്ഷെ ഇത് ഏതാ ഏതോ ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ Fe3+ ആയി Fe എന്തായി പോയി 3+ ആയി 3+ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എണ്ണത്തിനെ നഷ്ടപ്പെട്ട് അല്ലെ ഡൊണേറ്റ് ചെയ്യപ്പെട്ട് നഷ്ടപ്പെട്ടു പോയി 3 എണ്ണത്തിനെ നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും ആദ്യം എസ് എന്ന് 2 ഇലക്ട്രോൺ പോകും അല്ലെ രണ്ടാള് ഇവിടുന്ന് പോയി ഇനി അടുത്ത എവിടുന്നാ പോവാ നമ്മളുടെ ഡി എന്നാണ് അല്ലെ അപ്പൊ ഈ 6 എന്നുള്ളിടത്ത് നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും 5 വരും അല്ലെ 6 എന്നുള്ളിടത്ത് നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ 5 വരും അപ്പൊ 3 ഇലക്ട്രോൺ പോയല്ലോ ഇവിടുന്ന് 2 ഇലക്ട്രോണും പോയി ഇവിടുന്ന് ആരും പോയി ഇവിടുന്ന് 1 ഇലക്ട്രോൺ പോയി ടോട്ടൽ 3 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അതെന്താവും Fe3+ ആയി മാറും അല്ലെ ഇനി എന്താ ബാക്കിയുള്ള നമുക്ക് എഴുതാലോ അല്ലെ ബാക്കിയുള്ള ഏതൊക്കെയാ ആ 3 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇത് വരും അല്ലെ അപ്പൊ 1s2 അടുത്തയോ 2s2 അടുത്തതോ 2p6 അല്ലെ 2p6 അടുത്തയോ 3s2 അടുത്തയോ 3p6 അടുത്തയോ 4s2 എഴുതാവോ ഇല്ല 2 ഇലക്ട്രോണും പോയി അപ്പൊ 4s2 എന്ന് പറയുന്ന ആളേ ഇല്ല അല്ലെ 3d എന്ത് വരും 3d 6 ആയിരുന്നു 6 എന്ന് 1 ഇലക്ട്രോൺ പോയി 5 ആയി അപ്പൊ ഇവിടെ എന്ത് വരുന്നത് 3d 5 വന്ന് ക്ലിയർ ഓക്കെ യെസ് ഇനി അടുത്ത നോക്ക് അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്ക് ബി ക്വസ്റ്റ്യൻ ആണ് ഈ അയോൺ സൾഫേറ്റ് അയോണുമായി SO4 ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ അയോൺ സൾഫേറ്റ് അയൺ ഏത് അയണ് Fe3+ എന്ന് പറയുന്ന ആള് അല്ലെ അപ്പൊ Fe3+ന്റെ ഓക്സീകരണ അവസ്ഥ എത്രയാ +3 ആണ് അല്ലെ അപ്പൊ ഈ അയേൺ എന്ന് പറയുന്ന ആള് SO4 എന്നുണ്ടല്ലോ ഈ 2- എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതിന്റെ ഓക്സീകരണ അവസ്ഥ ഓക്കെ അപ്പൊ -2 എന്ന് ഞാൻ ഇവിടെ എഴുതി ഓക്കെ ഇനി എന്ത് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പക്ഷെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സൈൻ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ Fe2 എന്ന് എഴുതും അല്ലെ അപ്പൊ Fe2 എന്ന് എഴുതി അടുത്ത ആരാ SO4 ഉണ്ട് ഇവർക്ക് ഒരുമിച്ചാണ് ആര് വന്നിട്ടുള്ളത് 3 വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ 3 എന്ന് വന്നു അപ്പൊ എന്ത് വരും Fe2 SO4 thrice അല്ലെ Fe2 SO4 thrice Fe2 SO4 thrice ഓക്കെ ഇനി ഈ മൂലകത്തിന്റെ മറ്റൊരു ഓക്സീകരണ അവസ്ഥ ഏതാണ് അപ്പോൾ ഉണ്ടാകുന്ന അയോണിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക ഇതെല്ലാം ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിയ അല്ലെ അപ്പൊ Feന് 2 ഓക്സീകരണ അവസ്ഥ ഉണ്ട് ഏതൊക്കെയാ +3ഉം +2 ഉണ്ട് അല്ലെ +3 നമ്മൾ കണ്ട് അല്ലെ അങ്ങനെയാണെങ്കിൽ അടുത്ത മറ്റൊരു ഓക്സീകരണ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വരും Fe+2 അല്ലെങ്കിൽ എന്ത് ചെയ്തും 2+ എന്ന് എഴുതും അല്ലെ Fe2+ എന്ന് എഴുതും അങ്ങനെയെങ്കിൽ ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസമാണ് എഴുതേണ്ടത് അല്ലെ Feന്റെ ഇലക്ട്രോൺ വിന്യാസം എന്തായിരുന്നു 26 ഇലക്ട്രോൺ അടങ്ങിയിട്ടുള്ള Feന്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2
3p6 4s2 3d6 ഇതാണ് Feന്റെ. ഇതിന്ന് 2 ഇലക്ട്രോൺ പോണെന്നാ പറഞ്ഞത്. 2 ഇലക്ട്രോൺ പോണെന്ന് പറയുമ്പോൾ ആര് പോവും? ആദ്യം ഇത് അല്ലെ, കാരണം 4 എന്നുള്ള പോയിട്ടാണ് 3 പോവാ. അപ്പൊ ആദ്യം 2 ഇലക്ട്രോൺ പോയി, 2 ഇലക്ട്രോൺ പോയി. അപ്പൊ എന്തായി? Fe2+. അപ്പൊ അതിന്റെ എന്താണ് അയോണിക് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1s2 2s2 2p6 3s2 3p6 3d6 എന്ന് വരും. ഓക്കെ, ഇനി Fe3+ ആണെങ്കിലോ ഇവിടുന്ന് 2 പോയി, 1 ഇലക്ട്രോണും കൂടി പോകുമ്പോൾ ഇവിടെ എന്ത് വരും? 3d5 വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത എന്താണ്? അയൺ Fe വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ പ്രകടിപ്പിക്കുന്നു. എന്തുകൊണ്ട്? ഇതിന്റെ കാരണം നമ്മൾ ടെക്സ്റ്റിൽ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? നമുക്ക് ഡിയും പിന്നെ ഏതാണ്? എസും ഓർബിറ്റ് ആണ് ഉള്ളത്. അപ്പൊ ഈ 4s-ഉം 3d എന്ന് പറയുമ്പോൾ ഇവര് തമ്മിൽ വലിയ ഊർജ വ്യത്യാസം ഇല്ല. വലിയ ഊർജ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ, ചില നല്ല സാഹചര്യത്തിൽ എന്താണ്, എസ്-ന്നും ഡി-ന്നും ഇലക്ട്രോൺ നഷ്ടപ്പെടും അല്ലെ. അതുകൊണ്ടാണ് അയേണ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കാനുള്ള കാരണം. ഇതിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കാം. സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ സബ്ഷെല്ലിലെ എസ് സബ്ഷെല്ലിന്റെയും തൊട്ടുള്ളിലുള്ള ഡി സബ്ഷെല്ലിന്റെയും ഊർജങ്ങൾ തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. ഓക്കെ, ഇത് ഒന്ന് ഷോർട്ടാക്കി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്തൊക്കാം, ഇത് കുറച്ച് നല്ല രസമുള്ള ഒരു സെന്റൻസാ, അതിനനുസരിച്ച് നിങ്ങൾ അങ്ങ് എഴുതി കൊടുത്താലും മതി. ഓക്കെ, അപ്പൊ ഏതേലും ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞോണ്ടിരിക്ക. ഓക്കെ, 10ാമത്തെ കഴിഞ്ഞു. ഇനി 11ാമത്തെ നോക്ക്. പീരിയോഡിക് ടേബിളിന്റെ ഒരു ഭാഗം നൽകിയിരിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. അപ്പോ അയോണീകരണ എൻതാൽപ്പി ഏറ്റവും കുറവുള്ള മൂലകം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അയോണീകരണ എൻതാൽപ്പി ഏറ്റവും കുറവ് 1ാമത്തെ ഗ്രൂപ്പിലും ഏറ്റവും കൂടുതൽ എവിടെയാണ്? 18ാമത്തെ ഗ്രൂപ്പിലുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏറ്റവും കുറവ് 1ാമത്തെ ഗ്രൂപ്പിലും ഏറ്റവും കൂടുതൽ 18ാമത്തെ ഗ്രൂപ്പിലാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്. എന്താണ്? താഴോട്ടേക്ക് അല്ലെ, ഗ്രൂപ്പിന്റെ താഴോട്ടേക്ക് പോകും തോറും അയോണീകരണ എൻതാൽപ്പിക്ക് എന്താ സംഭവിക്കുന്നത്? കുറയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 1ാമത്തെ ഗ്രൂപ്പിൽ അല്ലെ ഏറ്റവും, അതായത് മൊത്തം ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ 1ാമത്തെ ഗ്രൂപ്പിനാണ് ഏറ്റവും കുറവ് അയോണീകരണം എന്ന് പറയാം, അയോണീകരണ എൻതാൽപ്പി എന്ന് പറയാം. അതിൽ തന്നെ ABC എന്ന് തന്നു കഴിഞ്ഞാൽ ഈ മേലെയുള്ള ആൾക്ക് കൂടുതൽ, അതിനനുസരിച്ച് എന്താ താഴോട്ടേക്ക് വരും തോറും എന്താ കുറഞ്ഞാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും കുറവ് ആർക്കായിരിക്കും? നമ്മളുടെ സീനായിരിക്കും അല്ലെ. അപ്പൊ അയോണീകരണ എൻതാൽപ്പി ഏറ്റവും കുറവുള്ള മൂലകം ആരാണ്? സി ആണ്. അടുത്ത, ഇവയിൽ ആൽക്കലൈൻ എർത്ത് ലോഹം ഏതാണ്? ആൽക്കലൈൻ എർത്ത് ലോഹമാണ്. അപ്പൊ ഈ 1ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ആൽക്കലി ലോഹങ്ങൾ എന്നും 2ാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ അല്ലെ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2ാമത്തെ ഗ്രൂപ്പിൽ ആരാ വരുന്നത്? ഡി ആണ് വരുന്നത്. അപ്പൊ ഈ ആൽക്കലൈൻ എർത്ത് ലോഹം എന്ന് വിളിക്കുന്നത് ആരാണ്? ഡി അല്ലെ, ഡിനെയാണ് വിളിക്കുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഏവ അല്ലെ, ഡി ബ്ലോക്ക് മൂലകങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ആരൊക്കെയായിരിക്കും? 1ഉം 2ഉം എസ്, 3 മുതൽ 12 വരെയാണ് ഡി ബ്ലോക്ക് ഉള്ളത്. അതിൽ തന്നെ ആരൊക്കെ ഉണ്ട്? ഇ ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഏതൊക്കെ വരും? ഇ വരും, എഫ് വരും, ജി വരും. ഡി സബ്ഷെൽ പൂർണ്ണമായി നിറഞ്ഞ മൂലകം ഏത്? ഡി സബ്ഷെൽ പൂർണ്ണമായി നിറഞ്ഞ മൂലകം ഏതായിരിക്കണോ? ഇല്ല, ഇത് D1 അല്ലെ, ഇത് D2, ഇത് D3, ഇത് D4, ഇത് D5, ഇത് D6, ഇത് D7, ഇത് D8, ഇത് D9, ഇത് D10. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ട് നിറഞ്ഞ ഏതായിരിക്കും? ജി ആയിരിക്കും, D10 അല്ലെ. അപ്പൊ പൂർണ്ണമായിട്ട് നിറഞ്ഞത് ഏതായിരിക്കും? ജി ആണ്. 3d3 4s2 ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകം ഏത്? 3d3 4s2 എന്ന് പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ പീരീഡ് എന്നാ പറഞ്ഞിട്ടുള്ളത്, 4ാമത്തെ. അപ്പൊ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, 4ാമത്തെ പീരീഡിൽ
നോക്കിക്കോളെ, നാലാമത്തെ പീരിയഡിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിട്ടുള്ളത്, നാലാമത്തെ പീരിയഡിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിട്ടുള്ളത് എത്രയാണ്? 3 എണ്ണം വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഇലക്ട്രോൺ 3 എണ്ണം വന്നിട്ടുള്ളത് D3 അല്ലെ. അപ്പൊ നോക്ക്, D3 വന്നിട്ടുള്ളത് ഇതിലാരാ? ഈക്കാണ് അല്ലെ, ഈക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് വരും? ഇ വരും അല്ലെ. ഇവിടെ എന്ത് വരും? ഇ ആണ് വരുന്നത്. അടുത്ത ഉത്കൃഷ്ടവാതകം. ഉത്കൃഷ്ടവാതകം 18ാമത്തേലാ ഉണ്ടാവുക എന്നറിയാം. 18ാമത്തേൽ ആകെ ഒരാളെ ഉള്ളൂ. ആരാണത്? കെ ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഉത്കൃഷ്ടവാതകം ഏതാണ്? കെ ആണ്. ബാഹ്യതമ പി സബ്ഷെല്ലിൽ 3 ഇലക്ട്രോണുകൾ മാത്രം കാണപ്പെടുന്ന മൂലകം ഏത്? ബാഹ്യതമ പി അല്ലെ, പിയിലാണ്. പി 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 നോയിക്കോളെ, പിയില് 3 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? P1 ആയിരിക്കും അല്ലെ. ഇത് P1, ഇത് P2 അല്ലെ, ഇത് P2 എന്ന് മാത്രമാണ് എഴുതുള്ളൂ. ഇതോ P3, ഇത് P4, ഇത് P5, ഇത് P6 അല്ലെ. അങ്ങനെയാണെങ്കിൽ ബാഹ്യതമ പി സബ്ഷെല്ലിൽ 3 ഇലക്ട്രോണുകൾ, 3 ഇലക്ട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് 3 ഇലക്ട്രോൺ അല്ലെ. 3 ഇലക്ട്രോൺ വരുന്നത് ആയിരിക്കാം? എച്ചിനാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം ഏതാണ്? എച്ച് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോ ഇത് നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോസ് ക്ലാസ്സസ് ഒക്കെ കണ്ടതിന് ശേഷം ഇത് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.